പണയം വെക്കാതെ എല്ലാവരും കാണുന്ന രീതിയിൽ പരസ്യമായി കാണിച്ചു കൊടുത്ത ഒരു കപടതയുമില്ലാത്ത നേതാവായിരുന്നു പാണക്കാട് തങ്ങൾ. പക്ഷേ ഇവർ പാണക്കാട് തങ്ങളെ പരിചയപ്പെടുത്തിയത് എന്താ? ഗൾഫിൽ ഇവർ CD ഇറക്കി. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച്, ആ കുടുംബത്തെ കുറിച്ച് ഗൾഫിൽ CD ഇറക്കി. ആ CDയിൽ പരിചയപ്പെടുത്തി എന്താ? ഗൾഫിലെ അറബികൾക്ക് പോലും പാണക്കാട് തങ്ങന്മാരോട് വല്ലാത്ത മതിപ്പ്. നമ്മൾ കണ്ടില്ലേ, പാണക്കാട് തങ്ങൾ വഫാത്തായ ദിവസം ബഹ്റൈൻ ആ രാജ്യത്തിന്റെ പ്രതിനിധി കേരളത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞെന്താ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിന്റെ മാത്രം നേതാവല്ല, ഞങ്ങളും അംഗീകരിക്കുന്ന നേതാവാണ്. പാണക്കാട്ടെ പേമൊത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ബഹ്റൈനിലെ പ്രതിനിധി പറഞ്ഞെങ്കിൽ ഇവർക്കറിയാം ഗൾഫ് അറബികൾക്കുള്ളിൽ പാണക്കാട് തങ്ങൾക്ക് വല്ലാത്ത സ്വാധീനമുണ്ട്. അപ്പൊ ഇവർ ചിദന്താര്യങ്ങള് പാണക്കാട് തങ്ങളെ കുറിച്ച് അവിടെ ഒരു CD ഇറക്കി. ആ CDയിൽ പരിചയപ്പെടുത്തി എന്താ? പാണക്കാട് തങ്ങൾ പിഴച്ച വിശ്വാസത്തിന്റെ ഉടമയാണ്, ഖുറാഫാത്തിന്റെ ആളാണ്. ആ ഭാഗം കേൾക്കുന്നു. فإلى أصحاب الفضلاء الكرام أصحاب الخير والجود في سبيل الدين والدعوة السلام عليكم ورحمة الله. إن ولاية كيرلا ولاية آهلة بالمسلمين في جنوب الهند وفيها أنشطة كثيرة تنسب إلى الإسلام كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة. കേരള സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൽ ധാരാളം പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളുമുണ്ട്. ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة من الخرافات والبدعات. എങ്കിലും ദുഃഖകരമായ കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളും സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ വളരെ പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. التي توقع الأبرياء المسلمين إلى الشرك نعوذ بالله. ജനങ്ങളെ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങളാണ്, പള്ളികളാണ് കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികൾ. ഷിർക്കിലേക്ക് ക്ഷണിക്കത്ര പള്ളികൾ പറയട്ടെ. كذلك المساجد كثير منها مراكز الطقوس البدعية وملحقة بالأضرحة ومن هذه المراكز. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ് മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ഒരു അറിയപ്പെട്ട സ്ഥാപനത്തെ ഗൾഫിലെ അറബികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഈ സ്ഥാപനത്തിലെ ധാരാളം വിദ്യാർത്ഥികൾ ഗൾഫിൽ പോയി അറബികൾക്ക് വലിയ ഇഷ്ടമുള്ളവരായി തീർന്നിട്ടുണ്ട്. ആ കുട്ടികളെ പോലും മഹാനായ തങ്ങളെയും മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ആ സ്ഥാപനം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء أكبر جمعية العلماء المسلمين المبتدعين. പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഈ സ്ഥാപനങ്ങൾ നയിക്കുന്നത്. അവരിൽ ഒട്ടുമിക്ക ആളുകളും വലിയവരൊക്കെ പുത്തൻ പ്രസ്ഥാനത്തിന്റെ പിഴച്ച ആളുകളാണ്. وهذه الجمعية هي التي تدير كثيرا من الأضرحة باسم الرجال أو النساء الأموات حتى إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാ, ഇതിന്റെ ഒക്കെ നേതാവ് ഈ കാണുന്ന തങ്ങൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീട്ടിൽ പോയി തങ്ങൾ മന്ത്രിച്ചൂതെന്നും മൈക്കല്ല് കെട്ടിക്കൊടുക്കുന്നതൊക്കെ വീഡിയോയിൽ പകർത്തിയെടുത്ത് ഗൾഫിലെ അറബികൾക്ക് പരിചയപ്പെടുത്താണ്. ഇയാളാണ് ഇതിന്റെ ഒക്കെ നേതാവ്. പറയട്ടെ, തങ്ങളെ വീട്ടിലേക്ക് ആളുകൾ വരുന്നതും അവിടെ തങ്ങൾ നിർദ്ദേശിക്കുന്നതും തങ്ങൾ മന്ത്രിച്ചൂതി കൊടുക്കുന്നതും ആ തങ്ങളെ വീട്ടിലേക്കുള്ള ജനാധിക്യവും ഒക്കെ കാണിച്ചിട്ട് പറയാണ് ഈ തങ്ങളാണ് ഇതിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്നത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ആണ് ഈ CD ഇറക്കിയിട്ടുള്ളത്. ആർക്കാണ് ഇരട്ടമുഖം എന്ന് പറയാൻ പോവുകയാണ്. ആ തങ്ങൾ മാത്രമല്ല, ആ പാണക്കാട് തങ്ങളെ കുടുംബം മുഴുക്കെ ഇവിടെ പിഴച്ച വിശ്വാസത്തിന്, പുത്തൻ ആശയത്തിന് നേതൃത്വം നൽകുന്നവരാണ്. ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാത്രമല്ല, ഹൈദരലി തങ്ങളും സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും ബഷീർ അലി തങ്ങളും മുനവ്വർ അലി തങ്ങളും എല്ലാവരും പിഴച്ചവരാണ്. ഗൾഫിലെ അറബികൾക്ക് പരിചയപ്പെടുത്തുന്നു. സിയാസിയുൻ മഅറൂഫ്. അതോടൊപ്പം പാണക്കാട്ടെ തങ്ങൾ ഒരു അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൂടിയാണ്.
അതും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് തങ്ങളെ കുറിച്ച് വന്ന ലേഖനങ്ങളും തങ്ങളെ വീട്ടിലേക്ക് ആളുകൾ വരുന്നതും തങ്ങളിലേക്ക് ആളുകൾ വരുന്നതും ബഷീറിൽ തങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വരുന്നതും അവിടെയൊക്കെ ദുആ ചെയ്യുന്ന രംഗം അറബികളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്തിന് ഗൾഫിലെ അറബി പടം കിട്ടാൻ വേണ്ടി. ഇനിയോ കേരളത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിലോ ഇവർ നേരെ ചെല്ലും പാണക്കാട്ടേക്ക് അല്ലേ? എന്തിനേറെ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി മരണത്തിനോട് മല്ലിടുന്ന സമയത്ത് അദ്ദേഹം വസിയത്ത് ചെയ്തെന്താ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ മരണപ്പെട്ടാല് എന്റെ ജനാസ നിസ്കരിക്കേണ്ടത് എന്റെ മക്കളല്ല, എന്റെ കുടുംബങ്ങളല്ല, എന്റെ അയൽവാസികളല്ല, ബന്ധുക്കളല്ല, എന്റെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ നേതാക്കന്മാരല്ല, മറിച്ച് എന്റെ ജനാസക്ക് നേതൃത്വം നൽകേണ്ടത് ഈ ഷിർക്കിന്റെ, ഈ കുഫറിന്റെ ഐക്കല്ല് കെട്ടിക്കൊടുക്കുന്ന പാണക്കാട്ടെ തങ്ങളുണ്ടല്ലോ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ തങ്ങളാണ് നേതൃത്വം നൽകേണ്ടത്. ഏതൊരു മനുഷ്യനും മരിക്കുന്ന സമയത്ത്, ഒരു മുസ്ലിം മരിക്കുന്ന സമയത്ത് എന്താ ചിന്തിക്കുക? പടച്ചോനെ മുഅ്മിനായിട്ട് മരിക്കണം, എന്റെ ജനാസ സ്വാലിഹീങ്ങൾ നിസ്കരിക്കണം. മങ്കട് അബ്ദുൽ അസീസ് മൗലവി തീരുമാനിക്കുന്നു, ഇന്ന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വാലിഹായ മനുഷ്യൻ അത് പാണക്കാട്ടെ തന്നെ. ഇത് പറയുമ്പോ കേനമാർ കയ്യേണ്ട, അത് ഞങ്ങളാളല്ലാറണ്ട, നിങ്ങളെ സേട്ട് വടക്കന് തെക്കൻ കേരളത്തിലെ നിങ്ങളെ നേതാവ് മരണപ്പെട്ടപ്പോ അയാളും വസിയത്ത് ചെയ്തെന്താ? എന്റെ ജനാസ സംസ്കരിക്കേണ്ടതും പാണക്കാട്ടെ തങ്ങളാ. ആർക്കാരട്ടമുഖം? പ്രിയമുള്ളവർ, നിങ്ങൾ ആലോചിക്കുക. അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാണക്കാട് തങ്ങളെ കുറിച്ച് ഇനിയും പലതും പറയുന്നുണ്ട്. അതൊന്നിപ്പോ കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, നമ്മൾ വിചാരിച്ചിലേറെ സമയം പിന്നിട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഉമ്മത്തിനെ ഇനിയും ഭിന്നിപ്പിക്കരുത്, ഇനിയും ഇവിടെ പ്രശ്നമുണ്ടാക്കരുതെന്ന് വിനീതമായി, സ്നേഹത്തോടെ, സമാപനമായി ഒന്നുകൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മാർക്ക് ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയില്ല എന്നത് മുജാഹിദുകാരുടെ വാദമാണ്. ഇതിൽ ഏതാണ് ശരിയെന്നും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കുനൂത്ത് ഓതുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന് ശരിയെന്ന് ഉസ്താദ്? സുബ്ഹിയിൽ കുനൂത്ത് ഓതുന്നത് തെറ്റാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. ഇതിൽ ഏതാ ശരിയെന്നാ ചോദ്യം. മുജാഹിദ് പറയുന്നത് തെറ്റാണ്, വളരെയധികം തെറ്റാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ആ ഗ്രന്ഥങ്ങളിൽ അഖിലവും സുബ്ഹിക്ക് കുനൂത്ത് ഓതുന്നതിന്റെ എല്ലാവിധ തെളിവുകളും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ഒരൊറ്റ ഹദീസ് മാത്രം പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് കുനൂത്ത് ഓതാറുണ്ടായിരുന്നു ഹത്താ ഫാറഖ ദുനിയ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് വരെ എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ സുബ്ഹിക്ക് കുനൂത്ത് ഓതുന്നു. പിന്നെ സ്ത്രീകൾ ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തൊട്ടാൽ, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവട്ടെ അല്ലാത്തവർ തമ്മിലാവട്ടെ, അന്യ സ്ത്രീകൾ തമ്മിൽ തൊട്ടാൽ ഒദു മുറിയും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഔ ലാമസ്തുമുൻ നിസാ, ഔ ലാമസ്തുമുൻ നിസാ, പെണ്ണുങ്ങളെ നിങ്ങൾ സ്പർശിച്ചാൽ. അവിടെ മറ്റൊരു ഖിറാഅത്തിൽ കാണാം ഔ ലമസ്തുമുൻ നിസാ, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളെ നിങ്ങൾ തൊട്ടാൽ, സ്പർശിച്ചാൽ നിങ്ങൾ ഒദു മുറിയും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ കിതാബുകൾ, ഫത്ഹുൽ മുഈനിലാവട്ടെ, മഹല്ലിയിലാവട്ടെ, തുഹ്ഫയിലാവട്ടെ, എല്ലാ ഗ്രന്ഥങ്ങളും, നമ്മുടെ 10 കിതാബിലുള്ള നൂറുൽ അബ്സാറിൽ വരെ കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇൽതിഖാഉ ബശറത്തൈ റജുലിൻ വ ഉൻസാ, സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ കണ്ടുമുട്ടുക, തൊലി തമ്മിൽ ചേരുക എന്നുള്ളത് അവരുടെ ഒദു മുറിയുന്ന കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ്. ഇത് കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ച ഒരു കാര്യമായതുകൊണ്ട് മുജാഹിദുകളുടെ ആ വാദത്തിന് നിലനിൽപ്പില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ വന്ന് അവിടെ ആദർശം സമർത്ഥിക്കാൻ ഒരാൾ പോലും മാനത്തമംഗലത്തിൽ ഇല്ല എന്ന് ഈ സദസ്സ് തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും അവരോട് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, നിലനിലക്ക് ഈ സമൂഹം പോയിക്കോട്ടെ, ഇവിടെ ഐക്യം നിലനിന്ന് പോയിക്കോട്ടെ, അതിനെ തകർക്കുന്ന ഒരു രീതി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 3 സ്വലാത്ത് ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്